വാട്സപ്പ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, കാരണം അറിയാമായിരുന്നല്ലോ കേരളത്തിലെ ചൂട് അങ്ങനത്തെ ചൂട് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നാളുകളായി കാത്തിരുന്ന ആ ഒരു ട്രിപ്പ് വന്നെത്തിയിരിക്കുകയാണ്. നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഒരു സ്ഥലമായിരുന്നു കേട്ടോ വയനാട്. എവിടെ പോകണമെന്ന് ചോദിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്ന സ്ഥലവും വയനാട് തന്നെയായിരുന്നു. നമ്മുടെ കേരളത്തിൽ മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് മഴയായിരുന്നു ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട്. ഇപ്പോഴാണ് ഒന്ന് തെളിഞ്ഞ് വന്നത്. ഇന്നലെ ഫുള്ളും മഴയായിരുന്നു, ഇവിടെ ഫുള്ളും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ പ്ലാൻ എല്ലാം ചീറ്റിപ്പോയി. ഞാൻ കണ്ണു തുറന്നപ്പോൾ 6 മണിയായി. അലാറം കേട്ടില്ല, സത്യം പറഞ്ഞാൽ അവന്മാരും കേട്ടില്ല. ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഓൾറെഡി വണ്ടിയിലോട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ച് ലഗേജേ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. അത് വളരെ അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്തൊക്കെ ആവശ്യമില്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി വേറൊന്നുമില്ല, ഞാൻ ഫുൾ ഗിയറപ്പായി നിൽക്കുകയാണ്. അവന്മാരെ ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അവന്മാരെ ഇറങ്ങുമ്പോൾ വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ നേരെ പഴവങ്ങാടി അമ്പലത്തിലോട്ട് പോകും. അവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മുടെ സജിനും വരും. അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ വെഞ്ഞാറമ്മൂട് പോകും. വെഞ്ഞാറമ്മൂട് നമ്മുടെ ശ്രീഹരി ഉണ്ടായിരിക്കും. അപ്പോൾ അവനെയും കൂടെ കൂട്ടി ഞങ്ങളുടെ യാത്ര തിരിക്കും. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 6:30 ആയി. അപ്പോൾ നമ്മളിന്ന് എന്തായാലും വയനാട് വരെ പോകുന്നില്ല. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു 100 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സ്റ്റേ ഇന്നത്തെ വരുന്നത്. ഒറ്റയടിക്ക് പോകാനായിട്ടുള്ള ത്രാണിയില്ല. കാരണം ഇവിടുന്ന് ഏകദേശം 470 കിലോമീറ്റർ ഉണ്ട് നമുക്ക് വയനാട്ടിലോട്ട്. അപ്പോൾ അത് ഈ ട്രാഫിക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡാവും. അതുകൊണ്ട് ഞങ്ങൾ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവിടം വരെ ആയിരിക്കും പോകുന്നത്. നാളെ രാവിലെ എണീറ്റാണ് നമ്മൾ വയനാട് ചുരമൊക്കെ കയറാൻ പോകുന്നത്. കാരണം നമ്മളിപ്പോൾ വൈകുന്നേരം എന്തായാലും ഒരു 4 മണി 5 മണിയൊക്കെ ആവും നമ്മൾ ആ ഭാഗത്തൊക്കെ എത്താറാകുമ്പോൾ. പകൽ വെളിച്ചത്തിൽ തന്നെ അത് താമരശ്ശേരി ചുരമൊക്കെ കയറിയാൽ കൊള്ളാമെന്നുണ്ട്. ഇരുട്ടായാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നാളെ രാവിലെ എണീറ്റ് നേരെ താമരശ്ശേരിക്ക് ചുരം കയറി നമ്മൾ വയനാട്ടിലോട്ട് പോകുന്നതാണ്. ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഇത്രയും അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇത്രയും സാധനങ്ങളൊന്നും എനിക്ക് കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ ടാങ്ക് ബാഗ് ഉണ്ട്. ടാങ്ക് ബാഗിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റെയിൻ കോട്ടും കൂടെ എടുത്ത് മടക്കി ഇതിനകത്തോട്ട് വെക്കണം. പിന്നെ ഹൈഡ്രേഷൻ ബാഗ് ഉണ്ട്, അതും എടുക്കുന്നുണ്ട്. പിന്നെ ബാറ്ററി കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്യാൻ ഇട്ടേക്കുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ വണ്ടിയിലോട്ട് ഓൾറെഡി പാക്ക് ചെയ്ത് എടുത്ത് വെച്ചു. കാരണം ഓൾറെഡി സമയം ഇപ്പോൾ എന്താ കാണാൻ പറ്റുന്നുണ്ടോ, 6:45. 7 മണിക്കുള്ളിൽ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയാലേ നമുക്ക് 7:30-ക്കെങ്കിലും നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഫുഡും കാര്യങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല. ഇനി പോകുന്ന വഴിക്ക് വേണം എന്തെങ്കിലും കഴിക്കാനായിട്ട്. 20 minutes later. സോ ഗൈസ്, എല്ലാം റെഡിയാക്കി, എല്ലാം സെറ്റ് ചെയ്തു, എല്ലാം എടുത്തിട്ടു. ഇനിയൊന്നുമില്ല. വണ്ടിയിലോട്ട് ഓൾറെഡി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സമയം കളയാതെ പയ്യെ ഇറങ്ങാം. ഓൾറെഡി 7 മണി കഴിഞ്ഞു, 7:10. നമ്മൾ വാം ചെയ്യാൻ വെച്ചതും മഴ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് പോകാം. അങ്ങനെ നമ്മളിതാ ഇറങ്ങാറായപ്പോഴത്തേക്കും നല്ലൊരു മഴ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ എന്താ റെയിൻകോട്ടും റെയിൻ പാൻറ്റും ഒക്കെ എടുത്തിട്ടു. എന്തായാലും മഴ നല്ലൊരു ലക്ഷണമാണെന്ന് വിശ്വസിക്കുന്നു. സീറ്റ് നനഞ്ഞ കേട്ടോ. അത് ഇനി ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ പെട്രോളും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. നമുക്ക് പോകുന്ന വഴിക്ക് വേണം ഇനി പെട്രോളൊക്കെ അടിക്കാനായിട്ട്. പോവാം. സമയം 7:18 കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പാപ്പനംകോട് ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. മഴയെന്ന് വെച്ചാൽ വിഷയം മഴയായി. ഇനിയിപ്പോൾ മഴ തന്നെ ഞങ്ങൾക്ക് പോകാൻ വേറെ വഴിയില്ല. ഓൾറെഡി റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മഴ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സാധാരണ നമുക്ക് ഉച്ച കഴിഞ്ഞൊക്കെയായിരുന്നു മഴയൊക്കെ പെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പോകാറായപ്പോൾ രാവിലെ ഇടിച്ചു കുത്തി മഴ. അപ്പോൾ രാവിലെ അലാറം കേൾക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഇവിടുന്ന് സ്ഥലം വിടേണ്ടതാണ്. ഇനിയിപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവും. അങ്ങനെ നമ്മൾ അട്ടകുളങ്ങര എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏകദേശം മഴയൊക്കെ പെയ്ത് തോർന്നു. ഇവിടുത്തെ സിഗ്നൽ എന്ന് വെച്ചാൽ ഒരു 1.5 സിഗ്നലാണ്. ഇവിടെ പച്ച കത്തുന്നത് ആകെ 10 സെക്കൻഡ് എന്തോ ആണ്. ചുവപ്പാണെങ്കിൽ 2 മിനിറ്റ്. സമയം ഇപ്പോൾ 7:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു 10 മണിയുടെ തിരക്കാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പഴവങ്ങാട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓ, ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി. എനിക്ക് വൈകി ഇനി ഇതൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട്. എന്നാണ്ട് വിശേഷം? ഞാൻ ഇതെടുത്തില്ല, ഈ ട്യൂബ് എടുത്തില്ല.
എല്ലാം കൂടി ഇട്ടിട്ട് പാമ്പ് മറ്റേ ശിവനെ പോലെ അങ്ങനെ നമ്മൾ ആദ്യത്തെ ആളെ പൊക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ശ്രീഹരിയാണ്. ശ്രീഹരി ഇനി വെഞ്ഞാറമ്മൂട് ഏതോ മൂലയ്ക്ക് പോയി നിൽപ്പുണ്ട്. അപ്പോൾ ഇത്തവണത്തെ റൈഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാനും സജിനും ഫുൾ ഗിയറിലാണ് ട്രിപ്പ് നടത്തുന്നത്. ഞാനിപ്പോൾ റെയിൻ കോട്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇത് ഊരുമ്പോൾ കാണിച്ചു തരാം. മോഹം കണ്ടോ, റൈഡിങ് പാൻറ്റും ഉണ്ട്, റൈഡിങ് ജാക്കറ്റും ഉണ്ട്, റൈഡിങ് ബൂട്ടും ഉണ്ട്. ഫുൾ ഗിയറപ്പാണ് ഇപ്പോൾ ഇത്തവണത്തെ ട്രിപ്പ്. അപ്പോൾ ഞാനും അതെ, ബൂട്ടും റൈഡിങ് പാൻറ്റും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇടാനായിട്ടാണ് ഇത്രയും നേരം സമയം എടുത്തത്. കുറേ നേരം എടുക്കും അതൊക്കെ ഇടാനായിട്ട്. ഞാനാണ് ഇത്ര സമയം എടുത്തത്. റൈഡിങ് പാൻറ്റിനോട് പുറത്ത് ഈ റെയിൻ പാൻറ്റ് ഇടാനാണ് ഭയങ്കര പാട്. ബൂട്ടും എല്ലാം ഊരിയിട്ടേ ഇടാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇട്ട സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് വെയിലായിരിക്കും. ആ മഴയൊക്കെ നിന്നു, കാർമേഘങ്ങളൊക്കെ മാഞ്ഞു തുടങ്ങി. ഞാൻ ഇതിനകത്തിരുന്ന് പുഴുങ്ങയുടെ ഏകദേശം 3-4 ലെയർ എന്തോ തുണിയുണ്ട് അകത്ത്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾ 7:42 ആയപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഈ ഓട്ടോക്കാരന്മാരെ കൊണ്ടാണ് കേട്ടോ റോഡിൽ ഫുള്ള് ശല്യം. എങ്ങോട്ട് തിരികുമെന്ന് അവർക്ക് പോലും ഒരു പിടിയില്ല. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടുക, വലത്തോട്ട് തിരിയുക. ഇതൊക്കെ വലിച്ചു കയറ്റിയപ്പോൾ സൂര്യൻ ചേട്ടൻ വന്നു. ഇതെങ്ങനെയെങ്കിലും ഊരി കളയണം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ നോക്കാം. ഇനി അങ്ങോട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും നിർത്തി ഊരി കളയാം. റൈഡിങ് ബൂട്ട് ഇട്ടിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് എൻ്റെ. അതുകൊണ്ട് ഗിയർ ഇടാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. ബ്രേക്കൊക്കെ ഞാൻ തപ്പുകയാണ്, കാലിൻ്റെ അടിയിൽ ഒന്നും അറിയുന്നില്ല. അതുപോലെ ഗിയർ ഞാൻ ഇടയ്ക്ക് തപ്പുന്നുണ്ട്. നമുക്കിന്ന് ഏകദേശം 450-460 കിലോമീറ്റർ എന്തോ ഓടാനുണ്ട് കേട്ടോ, മഞ്ചേരി വരെ. ഗൂഗിൾ മാപ്പിൽ ഏകദേശം 7-8 മണിക്കൂർ എന്തോ ആണ് കാണിച്ചത്. റൈഡിൻ്റെ മുന്നോടിയായിട്ട് എന്താ പറയുക, വണ്ടിയൊക്കെ ഇന്നലെ പോയി വാഷ് ചെയ്ത് ലൂബൊക്കെ ചെയ്ത് വെച്ചിരുന്നതാണ്. എല്ലാം നനഞ്ഞു പോയി. ഇനിയിപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇനി ശ്രീഹരിയുടെ അടുത്ത് എത്തിയിട്ട് ഞാൻ പറയാം കേട്ടോ. എന്തായാലും ബ്ലോക്കും കാര്യങ്ങളൊന്നും കാണിച്ച് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. നമുക്കിനി വെഞ്ഞാറമ്മൂട് ആ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും കാണാം. പറഞ്ഞു തീർന്നില്ല, ബ്ലോക്ക് തുടങ്ങി. കണ്ടോ ഈ ഓട്ടോയാണ് ഏറ്റവും വലിയ ശല്യം. ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിൽ 80% പങ്ക് വഹിക്കുന്നത് ഈ ഓട്ടോക്കാരാണ്. അത് എല്ലാവരും ഇല്ല കേട്ടോ, ചിലർ മാത്രം, ബോധമില്ലാത്ത കുറേ എണ്ണം. ശരി, 20 minutes later. എന്തായാലും ലേറ്റായില്ലേ, നമുക്ക് ഈ പമ്പിൽ നിന്ന് പെട്രോളും കൂടെ അടിച്ചിട്ട് പോവാം. കാര്യം അറിഞ്ഞോ, നമ്മുടെ പെട്രോളിന് റേറ്റൊക്കെ കൂടി. ഇപ്പം 95-ന് 121 രൂപയാണ്. എൻ്റെ പൊന്ന്. നോർമൽ പെട്രോളിന് 111.7, നമ്മുടെ 95-ന് 121.03. റെയിൻ കോട്ട് ഊരാൻ നിന്നില്ല കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ വീണ്ടും കാർമേഘങ്ങളൊക്കെ ഇരച്ചു കയറി വരുന്നുണ്ട്. നമ്മളിപ്പോൾ മണ്ണന്തല എത്തി കേട്ടോ. ഇനി ഏകദേശം ഒരു 10-15 കിലോമീറ്ററും കൂടി ഉണ്ട് നമുക്ക് വെഞ്ഞാറമ്മൂട്. ശ്രീഹരി അവിടെ നിൽക്കാന്നാണ് പറഞ്ഞത്, അത് കാണാനില്ല. ഒരു സമയം പറഞ്ഞാൽ നേരത്തെ വരണം. കഴിച്ചാ വല്ലതും കഴിക്കാം, വിശക്കണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ശ്രീഹരി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര 3 പേരുമായിട്ട് ഒഫീഷ്യലി ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുമ്പോൾ എന്താ പറയുക, വയനാടൊക്കെ യെല്ലോ അലേർട്ടാണ്. ആ സമയത്താണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ വരാനുള്ളതൊക്കെ നമുക്ക് ആസ്വദിക്കാം. എന്തായാലും വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം അവിടെ ചെന്നിട്ട് നോക്കാനുള്ള പരിപാടിയാണ്. പിന്നെ വയനാടുള്ള മെയിനായിട്ടുള്ള സ്ഥലങ്ങളും കുറേയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഒരുപാടങ്ങ് പ്ലാൻ ചെയ്താൽ പിന്നെ ഒട്ടും നടക്കില്ല. അതുകൊണ്ട് പിന്നെ പ്ലാൻ ചെയ്യാനൊന്നും പോയില്ല. ഈ ബസ്സുകളുടെ പുറകെ പോകണതാണ് ഏറ്റവും ദുരിതം പിടിച്ചൊരു പരിപാടി. അവരുടെ ചെളി മുഴുവൻ നമ്മുടെ ദേഹത്തിരിക്കും. നിവൃത്തിയുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും കയറാൻ നോക്കണം, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ചെളിക്കുണ്ടി വീണ പോലെയാവും. മീൻ വാങ്ങിക്കാൻ പോണ ഞാൻ പറഞ്ഞു മഴ ഇപ്പോടാ, എന്ത് ചെയ്യാൻ. ഇത് ഇടാൻ തന്നെ ഇത് എന്തുമാത്രം 10 കിലോ എന്തോ ഉണ്ട് എൻ്റെ ദേഹത്തിപ്പം ഇവൻ. അങ്ങനെ നമ്മളിതാ ഇവിടെ കിളിമാനൂർ ആര്യാസിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വിശപ്പാണ്. ഇനിയിപ്പോൾ ബാക്കി ഫുഡ് കഴിച്ചിട്ട് പോവാം. രാവിലെ ആശിച്ച് മുഖച്ച് റൈഡിങ് പാൻറ് എടുത്താണ്. ഇപ്പം അത് ഇടാനും ഊരാനും പാടാണ്. അതുപോലെ റൈഡിങ് ബൂട്ടും. റൈഡർ കണ്ണാപ്പിയുടെ കോലമാണ് കാശ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കും. ശ്രീഹരി പാൻസ് ഇത് എങ്ങനെ ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിയൂടാ. ആ പാൻറ് താറ്റെങ്കിലും ഇടറാ. എന്തിനു മുറിപ്പാൻറ്റാ?
എന്തായാലും കൊള്ളാം. മീൻ വാങ്ങിക്കാൻ പോകുന്ന പോലെയാണ് അവൻ വയനാട് പോകണേ. ഒടുക്കത്തെ തിരക്കാണ് ഗൈസ്. ഇനിയിപ്പോൾ സീറ്റ് കിട്ടൂല എന്നുള്ള പേടിയുള്ളേ, അതാണ്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. 2 നെയ്റോസ്റ്റ്, ഒരു മസാല ദോശ, എന്നിട്ടും വിശപ്പ് മാറാതെ ഒരു സെറ്റ് പൂരിയും കൂടെ വാങ്ങിച്ചു. എല്ലാം കൂടി 485 രൂപയായിട്ടുള്ളൂ. പിന്നെ 3 കാപ്പി ഉണ്ടായിരുന്നു, 3 വടയും ഉണ്ടായിരുന്നു. 480 രൂപ അത്യാവശ്യം നല്ലൊരു റേറ്റ് ആയിരുന്നു. ഈ ഓഫീസ് ടൈമാണ് കേട്ടോ ഇത്രയും തിരക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും തിരക്കൊന്നും കിട്ടാത്തതാണ്. 9:30 കഴിഞ്ഞു, ഒരു 10-10:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഓഫീസ് ടൈമൊക്കെ അങ്ങ് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊന്നും കിട്ടത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ വണ്ടി സർവീസ് ചെയ്തായിരുന്നു. വണ്ടിയുടെ ഓയിലൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. മോട്യൂൾ 300V 15W50 ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇതുവരെ ഇതിനകത്ത് സ്റ്റോക്ക് ഓയിലാണ് കിടന്നിരുന്നത്. അപ്പോൾ അതൊന്ന് മാറി നമ്മുടെ മോട്യൂളിലോട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫോമൻസ് ബൂസ്റ്റ് വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആക്സിലറേഷൻ കൂടിയിട്ടുണ്ട്, അതുപോലെ വണ്ടിയുടെ ഹീറ്റിംഗ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ മൈലേജിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട്. വണ്ടി കുറച്ചുകൂടെ സ്മൂത്തായി. കമ്പാരിറ്റീവ്ലി നമ്മുടെ ടി വി എസിൻ്റെ ഓയിൽ വെച്ച് നോക്കുമ്പോൾ വണ്ടി കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. ടി വി എസിൻ്റെ മാനുവലിൽ തന്നെ പറയുന്ന ഓയിലാണ് കേട്ടോ ഈ 300V. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഏകദേശം വണ്ടിക്ക് 1.7 ലിറ്റർ ഓയിലാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിലിപ്പോൾ നമുക്ക് 2 കുപ്പി വാങ്ങണം. ഓയിൽ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. 2 എണ്ണം വാങ്ങിക്കുമ്പോൾ തന്നെ ഏകദേശം 3500 രൂപ എന്തോ ആവുന്നുണ്ട്. ഓൺലൈനിലെ റേറ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് കുറച്ച് കൂടുതലാണ്, എന്നാലും വണ്ടിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്കത് എന്താ പറയുക, നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയൊരു 5000 കിലോമീറ്റർ വരെ സുഖമായിട്ട് വണ്ടി പൊക്കോളും. വേറെ ജെർക്കും കാര്യങ്ങളൊന്നും കാണില്ല. എന്താ വണ്ടി അടിമുടി ഒന്ന് കഴുകിയെടുത്തതായിരുന്നു, അത് മുഴുവൻ ചെളിയായി. പിന്നെന്താ ലൂബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ജനറൽ ചെക്കപ്പ്, ജനറൽ സർവീസ് എല്ലാം ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് മഴയും കാര്യങ്ങളൊക്കെ വന്നത്. ഓൾറെഡി അറിയായിരുന്നു മഴയായിരിക്കുമെന്ന്, എന്നാലും ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ മഴക്കാലമാണ്, യാത്ര പോകാൻ പറ്റിയ കാലാവസ്ഥയാണ്. അതുപോലെ അപകടകരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കാലാവസ്ഥ കൂടെയാണ് ഈ മൺസൂൺ എന്ന് പറയുന്നത്. നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചും നോക്കിയും കണ്ടും എല്ലാം പോകണം. മഴക്കാലത്ത് വണ്ടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ടയറായാലും ബ്രേക്കായാലും എന്താ പറയുക, നമ്മുടെ സേഫ്റ്റിയാണ് മെയിൻ. അപ്പോൾ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ശ്രീഹരി അടുത്തൊരു അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ ബാഗൊക്കെ മാറ്റിയിരിക്കുകയാണ്. അവനും മറ്റേ വിയറ്റാറയുടെ ഞാൻ വാങ്ങിച്ച സെയിം ബാഗ് വാങ്ങിച്ചിരിക്കുകയാണ്, 45 ലിറ്ററിൻ്റെ. അതാകുമ്പോൾ കുറേ അത്യാവശ്യം കുറേ സാധനങ്ങൾ അതിനകത്ത് ഇരിക്കുകയും ചെയ്യും. സേഫ്റ്റിയുമാണ്. അതുപോലെ റെയിൻ കവർ വരുന്നുണ്ട്. ഏകദേശം 2000 ഓൺലൈനിലുണ്ട് കേട്ടോ. ആമസോണിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 2300 റേഞ്ച് ആ ബാഗ് കിടപ്പുണ്ട്. ഒരാഴ്ചത്തെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ആ ബാഗിനകത്ത് കൊള്ളും. നമ്മളങ്ങനെ ചടയമംഗലം എത്തിയിരിക്കുകയാണ് കേട്ടോ. സമയം 9:40 ഇത്രയും നാൾ ബ്രേക്ക് വന്നത് വേറൊന്നും കൊണ്ടല്ല, നല്ല ചൂടായിട്ടാണ്. ഞാൻ ട്രിപ്പ് പോകാൻ നോക്കിയിട്ടും ഒട്ടും പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും വരാതിരുന്നത്. ഞങ്ങൾ ചെറിയ ഷോർട്ട് ട്രിപ്പൊക്കെ ചെയ്യാനായിട്ട് നോക്കിയതാണ്, പക്ഷേ അത്രയ്ക്ക് ചൂടായിരുന്നു. എന്തായാലും ഇനി തൊട്ട് അങ്ങോട്ട് റെഗുലറായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെയാണെന്ന് അറിയണം. ഇനിയിപ്പോൾ മഴ കൂടുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റേതായ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വരും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ അടൂരൊക്കെ കഴിഞ്ഞ് പനവിഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ. ഇവിടുന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കുടിച്ചു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇത്ര നേരം നല്ല മഴയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ക്യാമറയൊന്നും ഓണാക്കാതിരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴിയൊക്കെ വന്നപ്പം നിങ്ങൾ കണ്ടതല്ലേ, ഫുൾ വരണ്ട് ഉണങ്ങി നിൽക്കുന്ന ഒരു എന്താ പറയുക കാഴ്ചയായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ രീതിക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നിർത്തുമ്പോഴാണ് നമ്മൾ ആ ചൂടറിയുന്നത്. അത്രയും ചൂടറിയുന്നത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അകത്തുനിന്ന് വേർക്കും. കാരണം ഇത്രയും സാധനങ്ങൾ ഇട്ടേക്കില്ലേ. പോരാത്തതിന് ഈ റെയിൻ കോട്ട് ഊരി അപ്പം മഴ തുടങ്ങും, ഇട്ട അപ്പം മഴ നിൽക്കും. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഊരാതെ പോവാണ്. അങ്ങനെ വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ്. ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടൈക്കനാൽ പോയപ്പോൾ റെയിൻ ഗിയർ ഒന്നും എടുക്കാതെയാണ് പോയത്. പക്ഷേ ഇത്തവണ എല്ലാം മുൻകൂട്ടി കണ്ട് എല്ലാം സെറ്റാക്കിയാണ് ഈ റൈഡ് പോകുന്നത്.
ഇവിടെയൊക്കെ വിഷയം മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത രീതിക്കുള്ള മഴയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക്. ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും വെയിലടിച്ച് ഒരു പരുവായിരുന്നു. തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴും അതെ. ഈ റൈറ്റിലോട്ടുള്ള റോഡാണ് കേട്ടോ ശബരിമല റൂട്ട്. എന്താ രസമെന്ന് നോക്കി ഇതുവഴി ഇപ്പോൾ മഴയത്ത് പോകാനായിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവഴി ആദ്യമായിട്ടാണ് കേട്ടോ മഴയത്ത് വരുന്നത്. ബാക്കി നമ്മൾ വന്ന ട്രിപ്പുകളെല്ലാം വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ കാണുന്നത് നമ്മുടെ അക്വാഡക്റ്റാണ് കേട്ടോ. ഇപ്പം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കാണും. ശ്രീഹരി വെള്ളം തെറിപ്പിച്ച ആ കാറ് തന്നെ വെള്ളം തെറിപ്പിച്ച കുളിച്ചല്ല ഒന്നുകൂടെ ക്ലിയർ ആയിട്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ആ ഭാഗത്ത് കോടയാണ് കേട്ടോ. കോട ഇറങ്ങിയിട്ടുണ്ട് ചെറിയ രീതിക്ക്. നമ്മളങ്ങനെ പ്ലാച്ചേരി എന്ന് പറയുന്ന സ്ഥലമെത്തി കേട്ടോ. ഇവിടെ ഈ ചായക്കടയിൽ ഇതാ നിർത്തിയതാണ്. ചായ ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ, ചോദിച്ചു നോക്കാം. ഇനി കുറച്ച് നേരത്തേക്ക് മഴ കാണൂലായിരിക്കും ഇത്. 20 minutes later. ഇനി നമുക്ക് 235 കിലോമീറ്റർ ഉണ്ട് മഞ്ചേരി വരെ. ഒരു 6 മണിക്കൂറൊക്കെ എടുക്കും അങ്ങ് എത്താനായിട്ട്. മഴയൊക്കെ മാറി അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. റെയിൻകോട്ട് ഊരിയപ്പോഴത്തേക്കും പകുതി ആശ്വാസമായി. ഇപ്പോൾ കാറ്റ് കയറുന്നുണ്ട്. നമ്മളിനി അടുത്ത ബ്രേക്ക് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയാണ്. അവിടം വരെ ഓടി എത്തണം. ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സോ ഫാർ സോ ഗുഡാണ്. നമ്മളങ്ങനെ വണ്ടി നിർത്തി ഗ്ലൗസൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മഴ കാണാൻ ചാൻസ് കുറവാണ്. നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് ഗ്ലൗസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു. റൈൻ ബാൻഡ് ഊരിയിട്ടില്ല, അതവിടെ തന്നെ കിടപ്പുണ്ട്. ആ റൈറ്റ് സൈഡിൽ കൂടി ഒഴുകുന്നതാണ് മണിമലയാറെന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒട്ടും വെള്ളമില്ലായിരുന്നു. റോഡ് ഇങ്ങനെ തുറന്ന് വിശാലമായിട്ട് കിടക്കുകയാണ്. ഇവിടെ എത്തിയപ്പം വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ലോറികൾ കുറച്ചുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലാതെ റോഡ് ഇങ്ങനെ അതാ തുറന്ന് കിടക്കുകയാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഓടി ഓടി പാല എത്തി. അവിടെ നമ്മുടെ ഏറ്റവും ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു പഴംപൊരി കടയാണ് കേട്ടോ. അത് പഴംപൊരി ബീഫ് കോംബോ കിട്ടുന്ന ഒരു കടയിലോട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ നമ്മൾ മുറിഞ്ഞാറ വള്ളിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഈ ഏത്തക്കൊല തൂങ്ങി കിടക്കുന്നതാണ് അതിൻ്റെ അടയാളം. മോഹനൻ ചേട്ടൻ്റെ പേര് മോഹനൻ ചേട്ടൻ. മോഹനൻ ചേട്ടൻ്റെ കട. ഓക്കെ, നിന്നെ അറിയാമോ? അറിയാം, കഴിഞ്ഞ വർഷം വന്നില്ല. ചോദിച്ചോ, അറിയാമോ? ഇത് കഴിക്കാനാണ് നമ്മൾ ഇവിടെ നിർത്തിയത്. എന്തായാലും കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. സമയം 1:48 കഴിഞ്ഞു കേട്ടോ. എൻ്റെ പെട്രോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പമ്പിൽ കയറി പെട്രോളും കൂടെ അടിക്കണം. എന്നിട്ട് നേരെ മൂവാറ്റുപുഴയിൽ നിന്ന് നേരെ അങ്കമാലിയിൽ നിന്ന് നേരെ മഞ്ചേരി. ബ്രോ ഫുൾ അടിച്ചേക്കെ. ആ നമ്മളങ്ങനെ എറണാകുളം ഔട്ട്സ്കേർട്സിൽ കൂടെ നമ്മളിങ്ങനെ ബന്ധം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിന് വലിയ വീതിയില്ല. അപ്പുറത്ത് വലിയൊരു പാലം പണിയുന്നുണ്ട് കണ്ടോ. അതാണ് ഇത്രയും ബ്ലോക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് റൈഡാണ്. ഏതെങ്കിലും ഒരു കടയിൽ നിർത്തി എന്തെങ്കിലും വാങ്ങിച്ച് കുടിക്കണം, അല്ലാതെ ഒരു രക്ഷയില്ല. കാലൊക്കെ മരവിച്ചൊരു വഴിയായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 253 കിലോമീറ്ററായി കേട്ടോ. സമയം 3:30 എവിടെ ഏത് ജംഗ്ഷനിൽ ചെന്നാലും സിഗ്നലെല്ലാം ഓഫാണ്. ആൾക്കാരൊക്കെ തോന്നിയ പടിയാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ എവിടെ എത്തി? അങ്കമാലി. അങ്ങനെ നമ്മൾ അങ്കമാലിയൊക്കെ കഴിഞ്ഞ് ഹൈവേയിൽ നിൽക്കുകയാണ്. ഇവിടെ ഈ കടയുടെ മുമ്പിൽ വെള്ളം കുടിക്കാൻ നിർത്തിയതാണ്. 131 കിലോമീറ്ററും കൂടെ ഉണ്ട് ഇനി റൂമിലോട്ട്. 20 minutes later. അപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റ് ഇരുന്ന് കേട്ടോ. ചായയൊക്കെ കുടിച്ചു, കുറച്ചൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു. ഇപ്പോൾ സമയം 4:30 ഇനിയിപ്പോൾ ഓഫീസൊക്കെ വിടുന്ന ടൈമാണ്, സ്കൂൾ വിടുന്ന ടൈമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഇത് തിരക്കേറിയ സമയത്താണ് നമ്മൾ
പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടൊന്നും അധികം മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം കാർമേഘങ്ങളുണ്ട്, പക്ഷേ വെയിൽ തന്നെയാണ്. ഇത്രയും ലോങ്ങൊക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്, നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. മഴയുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന കുറച്ച് സ്ട്രെച്ച് ഒന്നും അങ്ങനെ അറിഞ്ഞില്ല. പക്ഷേ ആ വെയിൽ തുടങ്ങിയ സമയം തൊട്ട് നമ്മളെല്ലാ കിലോമീറ്ററും അറിയുന്നുണ്ട്. ഇതാണെന്ന് തോന്നുന്നു പാലിയേക്കര ടോൾ പ്ലാസ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഈ അടി ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ കണ്ടു പരിചയമുള്ള ചെക്ക് പോസ്റ്റുകളൊക്കെയാണ് അത്. അപ്പോൾ ഇതാണ് പാലിയേക്കര കേട്ടോ. അതല്ലെങ്കിൽ ആരും തെറി വിളിക്കരുത്. എന്തിനാ നിർത്തിയേ? ഇതെന്നാ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരി? ഇത് പാലിയേക്കരയല്ലേ? കഴിഞ്ഞ വർഷം തെറ്റിച്ചോറല്ലോ. അതേ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. അപ്പോൾ ഇത് തന്നെയാ പാലിയേക്കര കേട്ടോ. നന്നായി. നമ്മളങ്ങനെ പാലിയേക്കര ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞതാ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 101 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. സമയം 5:20. നമ്മളിപ്പോൾ ഒരു 7:30-8 മണി ആ ഒരു റേഞ്ചിൽ അവിടെ എത്തും എന്നാണ് കരുതുന്നത്. ഈ NHന്റെ പണി നടക്കുകയാണ് കേട്ടോ കുറേ സ്ഥലത്ത്. അതാണ് ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ചിലയിടത്ത് വീതി കൂട്ടുന്ന പരിപാടി, ചിലയിടത്ത് മറ്റേ പാലം പണിയുന്ന പരിപാടി, അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോഴാണ് ബ്ലോക്ക്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ പെട്ടെന്ന് മടുക്കുമായിരുന്നു. ഇപ്പോൾ അതാ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. ഇതാണ് 3 ലൈൻ. എന്താ ആശ്വാസം. എന്താ 3 ലൈനിൽ കൂടെ 3 പേരും പോകുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന ഏതൊക്കെയോ ഊടുവഴികൾ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂർ സിറ്റി കയറാതെ നമ്മുടെ മലപ്പുറം ജില്ലയിലോട്ട് കയറാനായിട്ടുള്ള ഏതോ ഒരു വഴിയാണ്. എവിടെ എത്തുമെന്നൊരു പിടിയില്ല. കശുമാവ് ഗവേഷണ കേന്ദ്രമൊക്കെ കണ്ടു. കൊല്ലം എത്തിയോ എന്തോ. മര്യാദയ്ക്ക് ഹൈവേ വഴി ഉണ്ടായിരുന്നു, പക്ഷേ ശ്രീഹരി തമ്പുരാൻ്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മളിപ്പോൾ ഈ കാട്ടുവഴി പോകുന്നത്. എല്ലാ ട്രിപ്പിലും ഏതെങ്കിലും ഊടുവഴി കൊണ്ടുപോകണമെന്ന് ഇവന് നിർബന്ധമാണ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ കറണ്ടിൻ്റെ ആസ്ഥാനമാണ്. ഞങ്ങൾ ഈ ഊടുവഴികളിലൂടെയൊക്കെ കയറി പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടോ? കിട്ടില്ല പാടമല്ലേ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സൺസെറ്റ് ആയില്ല. ആ സൂര്യനും ആ മേഞ്ഞ് കിടക്കുന്ന പശുക്കളും. രണ്ട് സൈഡിലും പാടങ്ങൾ, നടുക്ക് റോഡ്. നീ ഞങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇതുണ്ടല്ലോ മറ്റേ ബ്ലോക്ക്. അതാ 20 മിനിറ്റ് ഫാസ്റ്റർ ഇത് കാണിച്ചത്. പെട്ടെന്ന് നമ്മൾ അല്ല, ഞാൻ പറയായിരുന്നു നീ ഏതെങ്കിലും ചാരസംഘടനയുടെ ആളാണെങ്കിൽ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോകണമെന്ന്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. വിഷയം ലൈറ്റായിരുന്നു. കിലോമീറ്റർ ഒന്നും കവറാവുന്നില്ലെങ്കിലും നമ്മൾ നിർത്തുന്നതിന് കുറവൊന്നുമില്ല. 85 കിലോമീറ്ററാണ് നമ്മുടെ റൂമിലോട്ട്. ഒരു പാലത്തിൻ്റെ ഇടയിൽ വെള്ളം കലങ്ങിക്കിടക്കുന്നു. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 310 കിലോമീറ്റർ ആയിട്ടോ. കൃത്യം 310. സമയം ഇപ്പോൾ 7:45 കേട്ടോ. നമ്മളിപ്പോൾ കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഒട്ടും വയ്യ. ആസനം ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടേ ഉള്ളൂ. ഇനി എത്ര 37 കിലോമീറ്ററും കൂടെ ഉണ്ട് ഇനി. അങ്ങനെ വിശന്ന് പറഞ്ഞ് നമ്മൾ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ 3 ബൂസ്റ്റും പിന്നെ അല്ലറ ചില്ലറ കടിയൊക്കെ കഴിച്ചു. എന്താ ശ്രീഹരി? വെറൈറ്റി ടേസ്റ്റാണ്. അതെ, ഇപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. കിടലൻ ടേസ്റ്റ്. കഴുത്ത് നരിച്ച ചിക്കനായിരിക്കും. എങ്ങനെയുണ്ടാ? നമ്മളങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. 430 രൂപ എന്തോ കേട്ടോ.
നൂഡിൽസിന് 90 രൂപയുള്ളൂ. പിന്നെ ബൂസ്റ്റ്, പിന്നെ എന്താ അല്ലറ ചില്ലറ ചെറുകടികളെല്ലാം കൂടെ 130 രൂപയായി. അപ്പോൾ ഡിന്നർ അങ്ങനെ ഇവിടുന്ന് വസൂലാക്കി. ഫുഡിനൊക്കെ നമ്മൾ വിചാരിച്ചത്ര കത്തിയില്ല കേട്ടോ. പലയിടത്തും ചെറിയ ചെറിയ കടകളിലാണ് ഞങ്ങൾ കയറുന്നത്. അധികം വലിയ കടകളൊന്നും കയറുന്നില്ല. അതുകൊണ്ട് വലിയ റേറ്റ് 3 പേര് കഴിക്കുമ്പോൾ വലിയ റേറ്റായിട്ട് തോന്നുന്നില്ല. അത് സ്പ്ലിറ്റായിട്ട് വരുമ്പോഴും അങ്ങനെയാണ്, ചെറിയ എമൗണ്ടുകളേ ഉള്ളൂ. ആകെ നമ്മൾ സീനായിട്ടിരിക്കുന്നത് ഇപ്പോൾ പെട്രോൾ ചിലവാണ്. ഏകദേശം 3 രൂപയോടെ വല്ല കൂടിയേ. ഞാൻ 95 പ്രീമിയം പെട്രോളാണ് അടിച്ചുകൊണ്ടിരുന്നത്. അതിനിപ്പോൾ ഏകദേശം 121 രൂപയോ അങ്ങനെ എന്തോ ആയി നമ്മുടെ ട്രിവാൻഡ്രത്തെ റേറ്റ്. മറ്റേ നോർമലിന് 110 രൂപയായി, 110 പോയിൻറ്റ് സംതിങ്. ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് നമുക്ക് പാട് വരുന്നത്. കാരണം നമ്മൾ ഓരോ ബഡ്ജറ്റ് ഇട്ടാണ് ഓരോ ട്രിപ്പിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ പെട്രോളിന് മാത്രം നമ്മൾ സെപ്പറേറ്റ് ഒരു ബഡ്ജറ്റ് ഇടേണ്ടി വരും. ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ കടകളാണ്. ചായ കടയും അത് ഫുഡും. അങ്ങനെ ഫുഡിനൊരു പഞ്ഞും ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. മുക്കിന് കടകളാണ്. ഫുഡും കാര്യങ്ങളൊക്കെ കയറിയപ്പം കുറച്ചുകൂടെ എനർജിയായി. നടു നല്ല പിടുത്തമുണ്ട് കേട്ടോ. എന്താ ബോഡി അല്ലാതെ അവിടെയൊക്കെ ആയിട്ട് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ 6:15 തൊട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൂഗിൾ മാപ്പ് ചെറുതായിട്ടൊന്ന് വട്ടം ചുറ്റിച്ചു കേട്ടോ. അതാണ് ഇത്രയും ലേറ്റായത്. നമുക്ക് നേരെയുള്ള ഹൈവേ തന്നെ പോയാൽ മതിയായിരുന്നു. പക്ഷേ കാണിച്ച വഴി ഇങ്ങോട്ടുള്ള വഴികളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അങ്ങനെ ഒരുവിധം ഓടി നമ്മൾ നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ്. അതാ വണ്ടിയൊക്കെ പുറത്ത് പാർക്ക് ചെയ്തു. സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റൂം വരുന്നത്, ഡ്രീംസ് റെസിഡൻസി. ഇനി സാമാനങ്ങളൊക്കെ ഊരി അകത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തേക്കുള്ള റൂമെന്ന് പറയുന്നത്. വിശാലമായൊരു ബെഡുണ്ട്. എക്സ്ട്രാ ബെഡ് ഇപ്പോൾ ഇട്ട് തരും. പിന്നെ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബാത്റൂം. കൊള്ളാം, ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് ഫ്രഷപ്പായിട്ട് കാണാം.